മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണയ്ക്ക് അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമുമായുള്ള ബന്ധം പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് NIA. ദുബായിലെത്തിയ റാണ കണ്ട വ്യക്തിക്ക് ഡി കമ്പനിയുമായി ബന്ധമുണ്ട് എന്നാണ് സംശയം. ആക്രമണത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്കും അന്വേഷിക്കും. ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്, വിഷു ആശംസകൾ. അപ്പോൾ ഡി കമ്പനിയുമായൊരു ബന്ധം, ഇന്ത്യയിൽ നടന്ന ആക്രമണങ്ങൾക്കും ആ രീതിയിൽ ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ടെന്നൊരു പ്രാഥമിക നിഗമനം എത്തിയിട്ടുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. ഈ തവഹൂർ റാണയെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പായി US നൽകിയ വിവരങ്ങൾ ഉൾപ്പെടെ അവലോകനം ചെയ്താണ് NIA ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്നത്. US നൽകിയ ഒരു നിർണായക വിവരം എന്നുള്ളത്, ഈ ആക്രമണത്തിന് മുമ്പായി റാണ ഹെഡ്ലിയുടെ നിർദ്ദേശമനുസരിച്ച് ദുബായ് സന്ദർശിക്കുകയും ദുബൈയിൽ വ്യക്തിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ വ്യക്തിക്ക് ആക്രമണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരമുണ്ടായിരുന്നോ, അതുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ ഒരു വിവരം US നൽകിയിരുന്നില്ല. എന്നാൽ നേരത്തെ തന്നെ NIAയുടെ കൈവശമുള്ള വിവരങ്ങളുമായി അവലോകനം ചെയ്യുമ്പോൾ ഈ മുംബൈ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന നടന്നത് ദുബായിൽ വെച്ച് നടത്തിയ ഈ കൂടിക്കാഴ്ചയിലാണ് എന്ന ഒരു നിഗമനത്തിലാണ് NIA. ഈ വ്യക്തിക്ക്, ദുബായിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ വ്യക്തിക്ക് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് NIAക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ആക്രമണത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്കിനെ കുറിച്ചും അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് NIA. ദുബായിൽ എത്തിയ റാണ കണ്ട വ്യക്തി ഡി കമ്പനിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ചോദ്യം ചെയ്യലിൽ ഈ വ്യക്തിയുമായോ ഒപ്പം തന്നെ ഭീകരാക്രമണവുമായോ ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി റാണ നൽകുന്നില്ല എന്നാണ് NIA വൃത്തങ്ങൾ നൽകുന്ന വിവരം. മറിച്ച് ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ താൻ അത് ഓർക്കുന്നില്ല എന്ന മറുപടി നൽകുകയോ ആണ് റാണ ചെയ്യുന്നത്. ഇത് ചോദ്യം ചെയ്യലിന് വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിന്റെ ശൈലി മാറ്റുന്നതിനെ കുറിച്ച് NIA സംഘം ആലോചിക്കുന്നുണ്ട്. അതിനായുള്ള കൂടിയാലോചനകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഒപ്പം ഈ അദ്ദേഹത്തിന്റെ തഹൂർ റാണയുടെ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കുന്ന കാര്യത്തിലും ചില നിയമ നടപടികൾ ആരംഭിച്ചു എന്നാണ് NIA വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ബൽറാം, ഉന്മേഷ്.